അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിർദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ അവരുടെ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് നിറവേറ്റി കൊടുക്കട്ടെ. നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ പെട്ടെന്ന് എങ്ങനെ പണക്കാരനാകാം എന്നുള്ളതാണ്. പണം, സമ്പത്ത് എന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട അനിവാര്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മനുഷ്യനെ എപ്പോഴും ആകർഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് സമ്പത്ത് എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ സമ്പത്തിനെ കുറിച്ചിട്ട് ചെറിയ ഒരു രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് സമ്പത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈ ലോകത്തും അതുപോലെ തന്നെ പരലോകത്തും നീ ഗുണം നൽകണമേ. നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ എന്ന് അർത്ഥം വരുന്ന ഈ ദുആയിൽ ഈ ലോകത്ത് വെച്ചും അല്ലാഹു നന്മ ചെയ്യണമെന്ന് ഈ ദുആയിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഈ ലോകത്ത് നിന്നുള്ള ഒരു നന്മയാണ് സമ്പത്ത് എന്നത്. സമ്പത്തിനെ പറ്റി പരിശുദ്ധ ഇസ്ലാം 4 രീതിയിലാണ് നമ്മോട് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് സമ്പത്തുണ്ട്, അതുപോലെ അറിവുമുണ്ട്. അതിൽ രണ്ടാമത്തേത് അറിവുണ്ട് പക്ഷേ സമ്പത്തില്ല. മൂന്നാമത്തേത് സമ്പത്തുണ്ട്, അറിവില്ല. അതിൽ നാലാമത്തേത് സമ്പത്തുമില്ല, അറിവുമില്ല. ഇതിൽ ആദ്യം പറഞ്ഞ 2 പേരും സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അറിവുമുണ്ട്, സമ്പത്തുമുണ്ട്. അറിവും സമ്പത്തും ഉള്ള ആളായതുകൊണ്ട് അറിവ് ഉപയോഗിച്ച് ആ സമ്പത്തിനെ അവൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൊരുത്തം ലഭിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം അറിവുണ്ട് പക്ഷേ സമ്പത്തില്ല. സമ്പത്ത് ഇല്ലാത്തതിൽ അവർ അങ്ങേയറ്റം വിഷമിക്കുകയും സങ്കടപ്പെടുകയും, അല്ലാഹുവേ, നീ എനിക്ക് സമ്പത്ത് നൽകിയിരുന്നെങ്കിൽ ഞാൻ ആ സമ്പത്ത് ഇസ്ലാമിൻ്റെ രീതിയിൽ നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്ന് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സമ്പന്നന്മാർ അഥവാ മുതലാളിമാർ ധർമ്മം ചെയ്യുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെയും നാലാമത്തെയും വിഭാഗം അവർ നരകത്തിലാണ്. മൂന്നാമത്തെ വിഭാഗം ആരാണ്? അറിവില്ല പക്ഷേ അവർക്ക് സമ്പത്തുണ്ട്. അവർക്ക് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട രീതിയിൽ അവർ അത് ചിലവഴിക്കുന്നില്ല. അഥവാ അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെയാണ് അവർ അവരുടെ സമ്പത്ത് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അതിഭയാനകരമായ കത്തിക്കരിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നാം എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നാലാമത്തെ വിഭാഗം, സമ്പത്തുമില്ല അറിവുമില്ല, ഇത് രണ്ടുമില്ലാത്ത വിഭാഗം. അപ്പം നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, സമ്പത്തില്ലാത്തവൻ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? എന്തിനാണ് സമ്പത്തില്ലാത്തവൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സമ്പത്ത് അവനിക്ക് ഇല്ലെങ്കിൽ പോലും അല്ലാഹുവേ, നീ എനിക്ക് സമ്പത്ത് തന്നാൽ അത് എനിക്ക് ഹറാമായ രീതിയിൽ ചിലവഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു എനിക്ക് സമ്പത്ത് തന്നാൽ ഹറാമായ കാര്യങ്ങളൊക്കെ, ദുനിയാവിലുള്ള പല ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ സുഖം കൊള്ളാം എന്ന് ആലോചിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവർ സമ്പത്ത് ഇല്ലെങ്കിലും അവർ നരകത്തിലാണ്.
അവർക്ക് സമ്പത്തില്ല, പക്ഷേ അവർ സമ്പത്ത് ഉണ്ടായാൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ അത് ചെലവഴിക്കാനാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അള്ളാഹു സമ്പത്ത് നൽകാത്തതും. സമ്പത്ത് ഇല്ലാത്തവൻ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ അത് ചിലവഴിച്ച് ധർമ്മം ചെയ്യാം എന്ന് കരുതി അവനിക്ക് സമ്പത്തുള്ളവൻ ധർമ്മം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ സമ്പത്തില്ലാത്തവൻ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ അത് ചിലവഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് സമ്പത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. അതിന് ഒന്നാമത്തെ മാർഗം സൂറത്തുൽ വാഖിയ ഓതുക എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലളിതമായ ജീവിതം ജീവിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പെൺമക്കളായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ 3 പെൺകുട്ടികളെയും വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ 3 പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിങ്ങുന്ന മനസ്സോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മുടെ മക്കളുടെ കാര്യം എന്താണ് ചെയ്യുക? നമ്മുടെ മക്കളെ ഇതുവരെ വിവാഹം ചെയ്ത് പറഞ്ഞയച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അതിൽ നീ വിഷമിക്കേണ്ട, നമുക്ക് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു തരും. നമുക്ക് ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിനുള്ള ഉപാധി ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടു. അങ്ങനെ ഈ ഉമ്മ മകളോട് ചോദിച്ചു, ബാപ്പ എന്താണ് ഇതിനുള്ള പരിഹാരം നിനക്ക് പറഞ്ഞു തന്നത് എന്ന് മകളോട് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞു, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാനാണ് എന്നോട് ബാപ്പ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ യാ അനിയ്യു യാ അല്ലാഹ് എന്ന ദിക്റും അധികരിപ്പിക്കുക. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അധികരിപ്പിക്കുക. ചുരുങ്ങിയത് ഒരു 500 വട്ടമെങ്കിലും ഇതൊക്കെ ഒരു ദിവസം ചൊല്ലുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പണം സമ്പത്ത് അധികരിപ്പിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് അധികരിപ്പിച്ചു തരികയും അത് ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിക്കാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേർ കമൻറ്റിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും അതുപോലെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും താമസിക്കാൻ സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടും അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടെ പരീക്ഷയിൽ പാസ്സായി നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.